തിരുവനന്തപുരം ദോഹ വിമാനം റദ്ദാക്കിയിരിക്കുന്നു. ഇന്ന് 5:15 പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് റദ്ദാക്കിയത്. ഒപ്പം തിരുവനന്തപുരത്ത് നിന്നും അബുദാബിയിലേക്ക് പോയ എയർ അറേബ്യ വിമാനം തിരികെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചുവിട്ടിട്ടുണ്ട്. ആ അർത്ഥത്തിൽ തന്നെ മലയാളികൾ ആശങ്കപ്പെടുന്ന രീതിയിൽ ഗൾഫ് മേഖലയിൽ ഒന്നാകെ ഉള്ള ഭീഷണിയാണ് ഈ വിമാനം റദ്ദാക്കലും തിരിച്ചയക്കലും ഒക്കെ ബോധ്യമാകുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷീജ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഷീജ, എന്തൊക്കെയാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങൾ? അജിംഷാദ്, ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ചുകൊണ്ട് എയർ ഇന്ത്യ അതിന്റെ എല്ലാ സർവീസുകളും മിഡിൽ ഈസ്റ്റിലേക്കുള്ളത് നിർത്തിവെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു വിവരം ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. മറ്റൊന്ന്, തിരുവനന്തപുരം ദോഹ വിമാനം അത് റദ്ദാക്കിയിരിക്കുകയാണ്. അത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും വൈകിട്ട് 5:15 പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. അതിന് പുറമെ തിരുവനന്തപുരം ദുബായ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവും റദ്ദാക്കിയിരിക്കുകയാണ്. അത് വൈകിട്ട് 6 മണിക്കാണ് പുറപ്പെടേണ്ടിയിരുന്നത്. മറ്റൊരു വിവരമുള്ളത്, തിരുവനന്തപുരത്ത് നിന്നും അബുദാബിയിലേക്ക് പോയ എയർ അറേബ്യ വിമാനം അത് തിരികെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് തന്നെ അതിനെ തിരിച്ചുവിട്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ, കേരള മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഹെൽപ്പ് ഡെസ്ക് അടക്കം നോർക്കയ്ക്ക് പെട്ടെന്ന് രൂപീകരിക്കാൻ വേണ്ട നിർദ്ദേശം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ വരികയും ചെയ്തു. തീർച്ചയായും എല്ലാ രീതിയിലും പ്രത്യേകിച്ചും ഈ സംഘർഷ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് നോർക്കയുടെ ഹെൽപ്പ് ഡെസ്ക് അടിയന്തരമായി തന്നെ ആരംഭിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കേരളീയർക്കായി നോർക്ക ഹെൽപ്പ് ലൈനിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സഹായം ആവശ്യമുള്ളവർക്ക് ഈ നോർക്കയുടെ ഈ ഹെൽപ്പ് ഡെസ്ക് നമ്പറിലേക്ക് നമ്മുടെ സ്ക്രീനിൽ കാണുന്നുണ്ട്, അതിലേക്ക് മിസ്ഡ് കോൾ അടിച്ചാൽ മതിയാകും. അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അവർക്ക് അവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഏത് രീതിയിൽ സഹായിക്കാൻ സാധിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഉടൻ തന്നെ നടപടിയെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. ഇന്ത്യൻ പൗരന്മാർ അതാത് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളുടെയും അതോടൊപ്പം തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും നിർദ്ദേശങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ പാലിക്കണമെന്നും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നോർക്കയുടെ ഹെൽപ്പ് ഡെസ്ക് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഏതൊക്കെ ഇടങ്ങളിൽ നിന്ന് ആർക്കൊക്കെ സഹായം ആവശ്യമുണ്ടോ അവർക്ക് അടിയന്തരമായി തന്നെ ബന്ധപ്പെടാം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. നമുക്ക് സ്ക്രീനിൽ കാണാവുന്ന തരത്തിൽ ആ സ്ക്രീനിലേക്ക് അത് എത്തട്ടെ. എന്തായാലും ഹെൽപ്പ് ഡെസ്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നോർക്ക ഹെൽപ്പ് ഡെസ്ക് തുറന്നിരിക്കുകയാണ്. അതിലേക്ക് മിസ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആ നമ്പർ സ്ക്രീനിൽ കാണാം. ആ നമ്പറിലേക്ക് മിസ് കോൾ ചെയ്താൽ വേണ്ട ഇടപെടലുകൾ ഉണ്ടാകും. അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം മലയാളികളെ സംബന്ധിച്ചില്ല എന്ന് ഉറപ്പാക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം ഇതാ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിരിക്കുന്നു നോർക്ക. ഇപ്പോൾ നമുക്ക് അടുത്ത സമയങ്ങളിൽ സ്ക്രീനിൽ കാണാവുന്ന ആ നമ്പറിലേക്ക് വിളിച്ചാൽ, മിസ് കോൾ ചെയ്താൽ മാത്രം മതിയാകും. ഷീജയാണ് വിവരങ്ങളൊക്കെ സമഗ്രമായി നൽകിയത്. എന്തായിരുന്നാലും ഗൾഫിലേക്കുള്ള വിമാനങ്ങൾ തിരിച്ചുവിട്ടിരിക്കുന്നു. അബുദാബിയിലേക്ക് പോയ എയർ അറേബ്യ വിമാനം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. മാത്രമല്ല, ഈ തിരുവനന്തപുരം ദോഹ വിമാനം 5:15 ഇന്ന് വൈകിട്ട് 5:15 പുറപ്പെടേണ്ടിയിരുന്ന തിരുവനന്തപുരം ദോഹ വിമാനം എയർ ഇന്ത്യ എക്സ്പ്രസ് അത് റദ്ദാക്കിയിരിക്കുന്നു. തിരുവനന്തപുരം ദുബായ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് റദ്ദാക്കിയത്. ആ അർത്ഥത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. അതായത് ഗൾഫിലേക്ക് സംഘർഷം വ്യാപിക്കുന്നു, മലയാളികൾ പ്രത്യേകിച്ചും ആശങ്കപ്പെടുന്നത് പോലെയുള്ള ഒരു സാഹചര്യത്തിൻ്റെ തുടക്കമായി തന്നെയാണ് ഈ ഘട്ടത്തെ കാണുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിമാന സർവീസുകൾ ഒക്കെ റദ്ദാക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വശം. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇതാ ഹെൽപ്പ് ഡെസ്ക് നോർക്ക തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് മിസ് കോൾ ചെയ്താൽ വേണ്ട ഇടപെടലുകൾ ഒക്കെ ഉണ്ടാകും എന്ന കാര്യവും കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുകയാണ്. ഷീജയാണ് നേരത്തെ വിവരങ്ങൾ നൽകിയത്.